അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മീൻ ഏതാ? പേഴ്സണലി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ഈ കഷ്ണമീനൊക്കെയാണ് കേട്ടോ. ഐ മീൻ ഐക്കോറ, ആവോലി, സൂത അങ്ങനെയൊക്കെ കേട്ടോ. പക്ഷേ ഞാൻ കണ്ട അധികം ആൾക്കാർക്കും ഈ മത്തിനോടാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല കേട്ടോ. അതിൽ ഒരുപാട് കാൽസ്യമുള്ളതുകൊണ്ടാണോ അതോ അതിന് ടേസ്റ്റോ? 2-3 ആഴ്ച മുമ്പ് വരെ ഞങ്ങളിതിലൂടെ എന്നേലൊക്കെ ഒരു മീൻ വണ്ടി പോകലല്ലേ, ട്രോളിങ്ങും അങ്ങനെയൊക്കെ ആയതുകൊണ്ടാന്ന് പറയല്. പക്ഷെ ഇപ്പം എന്നും പോവലുണ്ട് കേട്ടോ. അന്നൊക്കെ ഓലയിൽ ഏതേലും ഒരു മീനെ എനിക്ക് ഉണ്ടാവുള്ളൂ, വല്ല ബത്തലോ അല്ലെങ്കിൽ വല്ല അടവോ എന്തെങ്കിലുമൊക്കെ. പക്ഷെ ഇന്ന് പോയ വണ്ടിക്കാരൻ്റെ കയ്യിൽ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മളെ മത്തി കണ്ടു. കുറച്ച് മുമ്പ് വരെ മത്തിക്ക് ഭയങ്കര റേറ്റ് ആണില്ലേ, പൊന്നു വില കൊടുക്കേണ്ടതിന്. ഇപ്പം മൂപ്പര് വലിയ VIP ആണ്. അന്നൊന്ന് കണി കാണാൻ പോലും മൂപ്പര് നമുക്ക് കിട്ടൂല. ഇപ്പം ചെറുതായിട്ടൊക്കെ നമ്മളെ പേരയിലൊക്കെ വിസിറ്റ് ചെയ്യാൻ വരാൻ തുടങ്ങിയേക്കണേ. ആദ്യം അവൻ്റെ ഗമ എത്രനീതാ, അതൊക്കെ ഇപ്പൊ ഒന്ന് അമർന്നിക്കണേ. ആദ്യം ആർക്കും ഇഷ്ടമില്ലാത്ത മീനേനു, ഇപ്പം എല്ലാവർക്കും ഇത് റേറ്റ് കണ്ടപ്പോഴേ വലിയ വകുപ്പിടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. മത്തി വാങ്ങണ തന്നെ വലിയ വകുപ്പായി മാറിയിരിക്കണം കേട്ടോ. അപ്പം ഏതായാലും ഞങ്ങളൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വകുപ്പ് കാട്ടട്ടെ. ഞങ്ങളിത് മത്തി മുളകിട്ടതാണ് കേട്ടോ ഉണ്ടാക്കണത്. ഇവിടുത്തെ ഉമ്മയൊക്കെ പറയണ കേൾക്കാം, നല്ല നെയ്യുള്ള മത്തി കിട്ടിയാലേ നമുക്കൊന്ന് വറ്റിക്കാനും നല്ല നെല്ലിക്കയും കുരുമുളകൊക്കെ ഇട്ടിട്ട് വാലിൻ്റെ ഇലകളൊക്കെ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാനും എന്ന് പറയണേക്കാം. ഭയങ്കര ടേസ്റ്റാണ് ഇത്ര. ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ. എൻ്റെ വീട്ടിലൊന്നും ഇങ്ങനത്തെ വെപ്പൊന്നുമില്ല. ഒന്നെങ്കിൽ കറി വെക്കും, അല്ലെങ്കിൽ തേങ്ങ അരച്ചിട്ടൊരു കറി വെക്കും, അല്ലെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്യും, അതൊക്കെ ഉള്ളൂ കേട്ടോ. ഫ്രൈ ചെയ്ത മീനാണെങ്കിൽ ഞാനൊരു 2-3 കഴിക്കും കേട്ടോ. പക്ഷെ മത്തി കറി വെച്ചാൽ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. കറിയൊക്കെ കൂട്ടും, പക്ഷെ അതൊക്കെ മീൻ എനിക്കൊരു സുഖം കിട്ടില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ പറയണ കേൾക്കലുണ്ട്, ഉണക്കമത്തി കിട്ടും ഭയങ്കര രസമാണ്, ഈ കഴിച്ചു നോക്കിക്കണോന്ന് ചോദിക്കും. പക്ഷെ ഞാൻ ഇതുവരെ ഉണക്കമത്തി കഴിച്ചിട്ടില്ല കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് എന്താന്ന് പോലും എനിക്കറിയില്ല. ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഈ ഉണക്കമത്തി എന്നുള്ള പേര് തന്നെ കേൾക്കണത്. മത്തി ഉണക്കുമെന്ന് എനിക്ക് ആദ്യം അറിയുന്നില്ലേനു. ഞാൻ ആകെ ഈ സ്രാവ് അല്ലെങ്കിൽ തളമീൻ അതൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളേനു കേട്ടോ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇപ്പം ഇങ്ങനെ പറയും മത്തി ഉണക്കിയത് കിട്ടും, ഭയങ്കര രസമാണ്. ഏതായാലും ഒന്ന് കഴിച്ചു നോക്കണം. പിന്നല്ലേ ഞാൻ നമ്മളെ മത്തിനെ ആക്ഷേപിച്ചതോ അല്ലെങ്കിൽ ചെറുതാക്കി പറഞ്ഞതൊന്നല്ല കേട്ടോ. എനിക്ക് മത്തിക്കറി ഇഷ്ടമല്ലാന്ന്. മത്തിക്കറി ഇഷ്ടമില്ലാത്ത ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. ചിലർക്ക് ചിക്കൻ ഇഷ്ടമാക്കാറും, ചിലർക്ക് ബീഫ് കഴിക്കാറ് ഇഷ്ടം. അതേപോലെ എനിക്ക് മീനിൽ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് മത്തിക്കറിനോട് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞത്. ഇനി ഏത് മീൻകറി വെച്ചാലും നല്ല കഷ്ണമീനാണെങ്കിൽ ഞാൻ കഴിക്കും മീൻ കറി വെച്ചാൽ, അല്ലാതെ അയിലും മത്തിയാവുമ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ ആദ്യമൊക്കെ നമുക്ക് 30-40 കിട്ടീന മീനിനില്ലേ ഈ മത്തി. ഇപ്പം കണ്ടില്ലേ അതിൻ്റെ റേറ്റൊക്കെ കുത്തനുയർന്ന് 500-400 ആയിക്കടേ. അതേപോലെ തന്നെ നമ്മൾ മനുഷ്യന്മാർക്കും ഒരു കാലത്ത് ഒന്നിനും പറ്റൂല എന്നല്ലാതെ നോക്കി കണ്ട നമ്മൾ മനുഷ്യന്മാർ ഒരു കാലത്ത് എല്ലാവർക്കും നമ്മളെ പറ്റിയേക്കാരെന്ന് വിചാരിക്കുന്നു. ഇപ്പം ശരിക്കും നമ്മളെ മീനിലെ രാജാവ് മത്തി തന്നെയായിട്ട് മാറിയില്ലേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ലൈക്കൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. നിങ്ങളെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. അസ്സലാമു അലൈക്കും.